ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചാനലിലൂടെ വീണ്ടും നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ കർത്താവ് ഒരുക്കിത്തുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തിൻ്റെ വന്ദനം വളരെ സന്തോഷത്തോടെ ഈ സമയം നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന ഒരു വചനം ഈ സമയത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതിനെ രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ 8-ാമത്തെ പുസ്തകവും 4 അധ്യായങ്ങളും 85 വാക്യങ്ങളുമുള്ള ഈ പുസ്തകം എഴുതപ്പെട്ടത് സാമുവേൽ പ്രവാചകനാണെന്നാണ് പറയപ്പെടുന്നത്. ന്യായാധിപരുടെ കാലത്ത് യഹൂദയിൽ ബേത്ലേഹേമിൽ ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ സംഭവ ചരിത്രമാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. എലീമേലെക്കിൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ നവോമി, 2 ആൺമക്കൾ മഹ്ലോൻ കില്യോൻ, വളരെ സന്തോഷത്തോടെ ബേത്ലേഹേമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൻ്റെ നടുവിൽ പെട്ടെന്ന് അവിടെ ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൻ്റെ നടുവിൽ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരുതലിനെ മറുതലിച്ചുകൊണ്ട് ആ കുടുംബം ആ ദേശം വിടാൻ തയ്യാറായി. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ദൂത് കൈമാറാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി വരാതിരിക്കില്ല. പലതരത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, പ്രതികൂലതകൾ കടന്നു വരും, പോരാട്ടങ്ങൾ കടന്നു വരും. ഇതേപോലെ ക്ഷാമത്തിൻ്റെ സാഹചര്യങ്ങൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നടുവിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അനുഭവങ്ങൾ പലപ്പോഴും ആത്മീയ മണ്ഡലത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒളിച്ചോടുന്നവരല്ല യഥാർത്ഥ വിശ്വാസികൾ. പ്രതികൂലത്തെ നേരിടാനുള്ള ആ വെളിപ്പാടും ദർശനവും ഒരു ദൈവ പൈതലുണ്ടാകണം. ഏലിയാവിൻ്റെ കാലത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. ആ ക്ഷാമകാലത്ത് ഒളിച്ചോടിൻ്റെ വ്യക്തിയായ ഏലിയാവ് അവിടെ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കേരിയത് തോട്ടിൻ്റെ അരികെ പോയി താമസിക്കുക. എങ്ങനെ ജീവിക്കണമെന്ന് ഏലിയാവിന് യാതൊരു അറിവുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ ഭക്തൻ്റെ കാര്യത്തിൽ വ്യക്തമായ നിർണയമുണ്ടായി. തൻ്റെ ഭക്തന് വേണ്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് ശേഷിയുണ്ട്. സ്വർഗീയ ഗവൺമെൻറ് അവൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം നേരത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. അവന് വേണ്ടതായിട്ടുള്ള ആഹാരം കാക്കയുടെ കയ്യിൽ കൊടുത്തയച്ച് തൻ്റെ ഭക്തനെ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റിയ ഒരു ദൈവത്തെ ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുതേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ കരുതാൻ ഒരു യഹോവയുണ്ട്. ആമേൻ. ഒരിക്കലും വിശ്വാസ ജീവിതത്തിൻ്റെ പോരാട്ട മേഖലകളിൽ തളർന്നു പോകാൻ നീ അനുവദിക്കരുത്. നീ എവിടെയാണോ അവിടെ ഉറപ്പോടെ നിൽക്കുക. നിനക്ക് വേണ്ടി കരങ്ങളെ ചലിപ്പിക്കുന്ന ഒരു യഹോവയുണ്ട്. അവൻ യഹോവ ഇരയാണ്, അവൻ യഹോവ നിസ്സിയാണ്, അവൻ യഹോവ എൽ ഷദ്ദായി ആണ്. അവൻ നിന്നെ കരുതാൻ മതിയായവനാണെന്ന് ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ തിരുവചനത്തിനോട് ഉറപ്പ് തരികയാണ് പ്രിയമുള്ളവരെ. ആമേൻ. ഈ എലീമേലെക്കിന്റെ കുടുംബം ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തു നിന്നാണ് എവിടേക്കാണ് അവർ പോയത്? ദൈവ സാന്നിധ്യം തികച്ചുമില്ലാത്തതും ശപിക്കപ്പെട്ട ഒരു ദേശമാണ് അവർ താമസത്തിന് തിരഞ്ഞെടുത്തത്. ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള യാത്രാമധ്യയിൽ ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ മക്കളെ വളരെയധികം ജനിക്കിയ ഒരു കൂട്ടരാണ് മോവാബ്യർ.
വിഗ്രഹാരാധികളോട് ദൈവത്താൽ ശപിക്കപ്പെട്ട ആ മോവാബ് ദേശത്തേക്ക് ഇവർ താമസം മാറിയത് കൊണ്ട് വലിയ വില ആ കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു ദൂത് ഇതിനകത്തൂടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവ സാന്നിധ്യം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ദൈവ സാന്നിധ്യത്തിൽ നിന്നെ പിന്തിരിപ്പിക്കുവാൻ ലോകം തയ്യാറായിരിക്കുക. ലോകമോഹങ്ങളെ ആകർഷിച്ച് ദൈവ സാന്നിധ്യം വിട്ട് നീ പോയാൽ നീ വില കൊടുക്കേണ്ടി വരും. കള്ളനായവൻ പിശാചായവൻ തക്ക നോക്കിയിരിക്കുക. അലർന്ന സിംഹം എന്ന പോലെ വിഴുങ്ങുവാൻ അതീവ ജാഗ്രതയോടെ പിശാച് വഴിയിൽ പതിയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വിട്ട് നീ പോയാൽ പിശാചിന്റെ വായിൽ നീ കുടുങ്ങുവാനിടയാകും, തകർന്ന് തരിപ്പണമാകാനിടയാകും. സ്തോത്രം. ലൂക്കോസ് എന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. എന്താണ് ഉപമ? സ്തോത്രം. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു വ്യക്തി പോകുകയാണ്. അവന്റെ പോക്ക് തെറ്റി. ഒരിക്കലും യെരൂശലേം വിടാൻ ഇവൻ തയ്യാറാകരുത്. ദൈവ സാന്നിധ്യം വിട്ട് ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായത് നിമിത്തം വഴിയരികിൽ കള്ളൻ പതിയിരിപ്പുണ്ടായിരുന്നു. കള്ളൻ അവന്റെ സകലതും അപഹരിച്ചുകൊണ്ടുപോയി. ദൈവ സാന്നിധ്യം വിട്ട് നീ മാറിപ്പോയാൽ കള്ളനായ പിശാച് നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എവിടെയായിരുന്നാലും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുക. എന്നാൽ നിന്നെ തൊടാൻ അന്ധകാരത്തിന് കഴിയത്തില്ല. നിന്റെ തലമുറയെ തൊടാൻ അന്ധകാരത്തിന് കഴിയത്തില്ല. നിന്റെ ഭവനത്തിൽ പിശാചിന് നുഴഞ്ഞു കയറാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കുടുംബം കൊടുത്ത വില എത്ര വലുതാണെന്നറിയാമോ? 3 അകാല മരണം ഭവനത്തിനകത്തേക്ക് ഇരിച്ചു കയറുവാനിടയായി. എലിമിലേക്ക് മരിച്ചു. തുടർന്ന് 2 ആൺമക്കൾ പൊടുന്നനമേ മാറ്റപ്പെടാനിടയായി. സ്തോത്രം. എല്ലാം തകർന്ന ഒരു മണ്ഡലം നിറഞ്ഞവരായിട്ടാണ് വന്നത്. അത് നവോമി പറയാനിടയായിട്ടുണ്ട്. സ്തോത്രം. നവോമി ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മാറയാണ്. സ്തോത്രം. എന്നെ മാറാതെ വിളിച്ചാ മതി. ഞാൻ നിറഞ്ഞവളായിട്ടാണ് വേദനയും ഇട്ടത്. എന്നാൽ സർവശക്തന്റെ കരം അവർക്ക് വിരോധമായി തീർന്നു. സകലതും നഷ്ടപ്പെട്ടു. സ്തോത്രം. അവർ മോവാബിലായിരുന്നപ്പോൾ 2 മക്കളുടെയും വിവാഹം നടന്നു. മോവാബി പെൺകുട്ടികളാണ് അവരുടെ മരുമക്കളായി വന്നത്. ദൈവ സാന്നിധ്യമുള്ള ഭവനം, ദൈവത്തെ അറിഞ്ഞ ഭവനം, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചൊരു ഭവനം. ജാതീയ കുടുംബത്തിൽ 2 പെൺകുട്ടികളെ എടുത്തു. ഓക്കെ. നവോമി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ സ്വദേശത്തേക്ക് പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇനി ഒരു കുടുംബം നയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോയി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞപ്പോൾ ഓർപ്പ തൻ്റെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞ് വിലപിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോയി. രൂത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ രൂത്ത് പറഞ്ഞ പ്രസ്താവനയാണ് നമ്മൾ വായിച്ച വേദവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു തീരുമാനമാണ് ഇന്ന് പകലിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ പറഞ്ഞു, നിന്റെ ജനമാണ് എൻ്റെ ജനം, നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. എവിടെ നിന്ന് കിട്ടിയ പ്രകാശനം? അവളുടെ ഭവനത്തിൽ നിന്ന് കിട്ടിയ പ്രകാശനം. തൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കിട്ടിയതല്ല. കുടുംബ പശ്ചാത്തലം നോക്കിയാൽ വിഗ്രഹാരാധനകൾ കൊണ്ട് നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷമാണ്. അവിടുന്ന് ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ ഹൃദയത്തിൽ കിട്ടിയ പ്രകാശനം ജീവനുള്ള ദൈവം ആരെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ ദൈവത്തെ വിടാൻ ഈ രൂത്ത് തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഏത് പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിത്വമാണെങ്കിലും നിന്റെ അകത്തളങ്ങളിൽ പ്രകാശനം ലഭിച്ചാൽ, ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള പ്രകാശനം ലഭിച്ചാൽ, ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ,
ആ ദൈവത്തെ നീ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ ജീവിക്കാൻ നീ തയ്യാറായാൽ ദൈവം നിന്നെ മാനിക്കുമെന്നുള്ളത് രൂത്തിന്റെ ജീവചരിത്രത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. സ്തോത്രം. അവൾ പറഞ്ഞു, ആ നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം. അതുകൊണ്ടെന്താ, ആ തീരുമാനമെടുത്ത രൂത്തിന് വേണ്ടി ദൈവം കാര്യങ്ങളെ ഒരുക്കി. സ്തോത്രം. രൂത്തും നഹോമിയും മോവാബ് ദേശം വിട്ട് ബേത്ലേഹേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, സ്തോത്രം, എങ്ങനെയാ എത്തിയത്? എല്ലാം നഷ്ടപ്പെട്ടവളായി ശൂന്യതയുടെ നടുവിൽ ആ കുടുംബം ബേത്ലേഹേമിൽ എത്തിയിരിക്കുക. സ്തോത്രം. ആമേൻ. നിറഞ്ഞൊരു സാഹചര്യം ഒരിക്കൽ ഉണ്ടായിരുന്നു. ധനസമൃദ്ധി ജീവിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൈവഹിതമല്ലാതെ മൂവ് ചെയ്തതിന്റെ ഫലമായി എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ വീണ്ടും തിരികെ വന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത്, രൂത്ത് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സ്തോത്ര. രൂത്ത് തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മായിമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ കാലവെറുക്കാൻ പോവുകയാണ്. സ്തോത്രം. യവക്കൊയ്ത്തിന്റെ സമയമാണ്. കാലവെറുക്കി കിട്ടുന്നത് കൊണ്ട് ഉപജീവനം നടത്താനുള്ള ആഗ്രഹത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവൾ കാലവെറുക്കാൻ വയലിലേക്ക് പോയി. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്, ഒത്തിരി വയലുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വയലുകളിലേക്ക് പോകേണ്ടവളെ ദൈവം ഡയറക്റ്റ് ചെയ്ത് എവിടേക്കാ കൊണ്ടുപോയെന്നറിയാമോ? രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് വെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. ഇവിടെ സത്യമായ ഒരു പദമുണ്ട്, ഭാഗ്യവശാൽ. ആമേൻ. എന്താണ് ആ ഭാഗ്യം? ദൈവം ഒരുക്കിയ മുഖാന്തരം. പല വയലുകൾ അവിടെ ഉണ്ടായിട്ടും ദൈവം ഈ രൂത്തിന് വേണ്ടി കരുതുന്ന വിധങ്ങളെ ആദ്യത്തെ പടിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവം തന്നെയാണ് ബോവസിന്റെ വയലിലേക്ക് അവളെ കൊണ്ടുപോയത്. ആമേൻ. ബോവസ് ആരെന്ന് രൂത്തിന് അറിയത്തില്ല, ഒരു പരിചയമില്ല. എങ്കിലും അവളുടെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതുന്ന വിധങ്ങളാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മ നമുക്കും വെളിപ്പെടുത്തി തരുന്നത്. ഒരു സ്റ്റെപ്പ് നീ ചെയ്താൽ, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നീ എടുത്താൽ, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭാവി ജീവിതം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ശോഭനകരമായ ഭാവിയിലേക്ക് ദൈവത്തിനെ നടത്തുവാൻ മതിയായവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്റ്റെപ്പ് മുമ്പോട്ട് പോയാൽ ദൈവം നിനക്ക് വാതിലുകളെ തുറന്നു തരും. അടഞ്ഞ ഏത് വാതിലാണെങ്കിലും ദൈവം നിന്റെ മുമ്പാകെ വാതിൽ തുറന്നു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില വാതിലുകൾ നിന്റെ മുമ്പാകെ അടഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചാൽ ഏത് വാതിലാണ് പിശാച് കെട്ടി അടച്ചിരിക്കുന്നത്, ആ വാതിലിനെ തുറന്നു തന്ന് അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ മതിയായവനാണെന്ന് വചനത്തിലൂടെ ഈ സമയം ഉറപ്പ് തരികയാണ്. രൂത്ത് ബോവസിന്റെ വയലിലെത്തിയിരിക്കുന്നു. ബോവസിനെ കുറിച്ച് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ക്രിസ്തുവേശുവിന്റെ നിഴലാണ്. ക്രിസ്തുവേശുവിനെയാണ് ഇവിടെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവേശുവിന്റെ വയലിൽ നീ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളെ തീർപ്പാക്കാൻ അവൻ മതിയായവനാണ്. സ്തോത്രം. നിന്നെ കരുതുന്ന ഒരു ദൈവം. അവന്റെ വയലിൽ നീ ചെന്നുപെട്ടാൽ ഒരിക്കൽ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം മാടാൻ യേശു കർത്താവ് അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കി തരുന്ന ഒരു കർത്താവാണ്. രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്ന് വീഴുവാനിടയായി. പെട്ടെന്ന് പറയട്ടെ, ബോവസ് വയലിൽ വരുമ്പോൾ
ആമേൻ, യുവതിയോട് ഒരു പ്രത്യേക ഫേവർ തോന്നുകയാ, ഒരു പ്രത്യേക സ്തോത്രം ആകർഷണം തോന്നുകയാ. എത്രയോ യുവതികൾ അവിടെയുണ്ട്. പക്ഷെ ദൈവത്തിന് ആ ഫേവർ തോന്നിപ്പിക്കുവാൻ ദൈവിക പദ്ധതിയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം തുറക്കുന്ന വഴികളാണ് ഈ പറയുന്നത്. ആ പ്രത്യേക ഫേവർ അവളോട് തോന്നിയിട്ട് ആമേൻ അവർക്ക് വേണ്ടിയെല്ലാം അവിടെ ബോവസ് ഒരുക്കി കൊടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് വേണ്ട ഹല്ലേലൂയ പെറുക്കാനുള്ള ക്രമീകരണം ആമേൻ ബോവസ് അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. സ്തോത്രം. അവർക്ക് വേണ്ടത് സകലതും ഒരുക്കി കൊടുക്കുന്ന നല്ല ബോവസ്ത്രീയാണ് ഇന്ന് പകലിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ആമേൻ. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ നല്ല ബോവസായ യേശുവിനെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെ നിറവേറ്റി തന്ന് നിന്നെ ജയത്തോടെ നടത്തുവാൻ അവൻ മതിയായവനാണ്. ബോവസ് ഒരുക്കുവാനുള്ള ക്രമീകരണം പോലെ നിന്റെ ഭാവി ജീവിതത്തിന് വേണ്ട ക്രമീകരണം ചെയ്ത് നിന്റെ ജയത്തോടെ നടത്തുവാൻ യഹോവ ഇനിയായി അവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവമുണ്ടായിരുന്നു. താൻ സമ്പാദിച്ച യവവുമായി തൻ്റെ വീട്ടിലേക്ക് ചെന്ന അവസരത്തിൽ അവിടെ നടന്ന സംഭവം തൻ്റെ അമ്മായിമ്മയോട് പറയുന്ന സാഹചര്യത്തിൽ നവോമിക്ക് മനസ്സിലായി, തൻ്റെ ഭവനത്തിലെ ചാർച്ചക്കാരൻ അടുത്തൊരു വീണ്ടെടുപ്പുകാരനാണ് ഇവിടമായി കണ്ടുമുട്ടുന്നതെന്ന് നവോമിക്ക് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് എന്താ പറയുന്നറിയാമോ? സ്തോത്രം, അവൻ ഇനി സ്വസ്ഥമായിരിക്കില്ല. ആമേൻ. നിന്റെ കാര്യം തീർത്തു തരുവോളം അവൻ ഇനി സ്വസ്ഥമായിരിക്കില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ കാര്യം സാധിപ്പിച്ചു തരുവോളം അവൻ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ നിന്റെ കർത്താവ് മനസ്സലിവുള്ളവനാണ്, നിന്നോട് ദയവുള്ളവനാണ്. അതുകൊണ്ട് മറക്കല്ലേ പ്രിയമുള്ളവരെ, അവൻ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ശത്രു നിനക്കെതിരെ എന്തെങ്കിലും കെണി വച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവിന്റെ വായിൽ അകപ്പെടാതെ വേണം നിന്നെ വിടുവിപ്പാ. ആമേൻ. നിന്റെ കർത്താവ് മതിയായവനാ. സ്തോത്രം. നവോമി പറഞ്ഞു, അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. ആമേൻ. അതിപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നവോമി പറഞ്ഞു, സ്തോത്രം, ആമേൻ, യവക്കൊയ്ത്ത് മെതിക്കുന്ന സമയമാണ്. ഈ രാത്രി ബോവസ് കളപ്പുരയിൽ വരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ബോവസ് വന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ കിടന്ന കിടക്കയുടെ അടുക്കൽ പദപ്പിന്റെ കീഴിൽ കാൽച്ചുവട്ടിൽ നീ ചെന്ന് കിടക്കണം. സ്തോത്രം. തൻ്റെ അമ്മായിമ്മ പറഞ്ഞതേപോലെ അനുസരിച്ച് ഒരു ദൂത് കൈമാറുക. ബോവസിന്റെ കാൽപാദത്തിൽ റൂത്ത് വന്ന് കിടന്നതുപോലെ ഒരുവന്റെ കാൽപാദത്തിൽ നീ വീഴാൻ തയ്യാറായ നിന്റെ ജീവിതത്തിൽ ആമേൻ ലജ്ജിപ്പിക്കാൻ സാധ്യതയുള്ള മേഖലയാണെങ്കിലും ആമേൻ നിനക്ക് വേണ്ടി കാര്യങ്ങളെ തീർത്തു തരുന്ന ഒരു കർത്താവ്, ഒരു നല്ല ബോവസിനെ ഒരിക്കൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിലെ 41-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 41-ൽ, അപ്പോൾ പള്ളി പ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. എവിടെയാ വീണ്? യേശുവിന്റെ കാൽക്കൽ. ആരാണ് പള്ളി പ്രമാണി? ആരാണ് യായിറോസ്? സ്തോത്രം. വളരെ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിത്വമാണ്. പള്ളി പ്രമാണി എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാറ്റസ് ഉള്ള ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്തോത്രം. ഈ വ്യക്തിയുടെ ഭവനത്തിൽ ദുഃഖമായ
ആമേൻ, അതിവേദനാജനകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുക. തൻ്റെ ഏകജാതയ മകൾ മരിപ്പാറായിരിക്കുന്നു, മരണാവസ്ഥയിലായിരിക്കുന്നു. ഈ ഒരു വിടുതലാണ് തൻ്റെ അകത്ത് തന്നെ ശക്തമായി പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തൻ്റെ സ്റ്റാറ്റസ് എല്ലാം വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ അടുക്ക വന്ന് യേശുവേ എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അല്ല, അവനെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് യേശുവിന്റെ കാൽക്കലേക്ക് അവൻ വീഴുകയാണ്. ഇന്ന് പകലിൽ ആമേ ദൂത് കൈമാറുന്നു, യേശുവിന്റെ കാൽക്കൽ വീണാൽ ആമേ അവൻ ഒരിക്കലും നിന്നെ തട്ടി മാറ്റത്തില്ല. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന് വേണ്ടി അവൻ ഇറങ്ങി വരും. സ്തോത്രം. യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോകാൻ തയ്യാറായ സംഭവം നമ്മൾ ഇത് വായിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. തൻ്റെ യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു പോകുന്ന വേളയിൽ വഴിയരികിൽ മറ്റൊരത്ഭുതം കൂടെ നടന്നു. 12 വർഷക്കാലം രോഗം ബാധിച്ച, രോഗത്താൽ വേട്ടയാടിയ, രക്തസ്രാവം എന്ന രോഗത്തെ വേട്ടയാടിയ സ്ത്രീ ആ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ വലിയ വിടുതലുണ്ടായി. ആ സന്ദർഭ നിമിത്തം വലിയ താമസം അവിടെ നേരിട്ടു. അത് നിമിത്തം യായിറോസിന്റെ ഭവനത്തിൽ മരണം നടന്നു. തൻ്റെ ഏകജാതയ മകൾ മരിച്ചു. ഉടനെ തൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറയുക, അവരോട് യായിറോസിനോട് പറയുക, ഇനി ഗുരുവിനെ അങ്ങോട്ട് വരുത്തണ്ട. ആ മകൾ മരിച്ചു പോയിരിക്കും. ഭയത്തോടെ തകർന്ന ഹൃദയത്തോടെ യായിറോസ് നിൽക്കുമ്പോ യേശു പറഞ്ഞത് ഓർക്കണമേ, യായിറോസേ നീ ഭയപ്പെടണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. കർത്താവിന് പറയാനുള്ള വെളിപ്പാടുണ്ട്. കർത്താവിന് പറയാനുള്ള ആമേ സ്തോത്രം ശക്തിയുണ്ട്. നഷ്ടപ്പെട്ടതിനെ തിരികെ കൊടുക്കാൻ കഴിയുന്നവനാ പറയുന്നത്. യായിറോസേ നീ ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ചില നഷ്ടങ്ങൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടൊക്കെയാണ് നഷ്ടം? നിന്റെ മാനസിക മേഖലകളിൽ സന്തോഷം എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ ആമേ പലതരത്തിൽ നഷ്ടങ്ങളുടെ പട്ടികയാണ് ആമേ നീ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേ നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ആമേ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ സാമ്പത്തിക മേഖലകളിൽ വലിയ നഷ്ടങ്ങളാണ് ഇന്ന് നീ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മകനെ ദൂത് കൈമാറുന്നു. നീ വിശ്വസിച്ചാൽ ആ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ജീവിക്കുക. നഷ്ടത്തെ ലാഭമാക്കാൻ കഴിയില്ല ഒരുവനാണ് നിന്റെ ഭവനത്തിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. നീ വിശ്വസിക്കാമോ? യായിറോസിന്റെ അകത്തളങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തമായ ഉറപ്പ് അവന്റെ ഹൃദയത്തിലുണ്ടായി. കർത്താവിന്റെ വാക്കവൻ അംഗീകരിച്ചു. യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു ചെന്നു. ആ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന മുറിയിൽ ചെന്നിട്ട് പെട്ടെന്ന് പറയട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബാലേ എഴുന്നേക്കുക. കൈക്ക് പിടിച്ച് അവളെ എഴുന്നേപ്പിച്ചവള് ചാടി എഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഇന്ന് പകലിൽ യേശു ചിലതിനെ നോക്കി കൽപ്പിക്കുക. ആമേ നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെട്ട ചില ആമേ വേദനാജനകമായ അനുഭവത്തെ നോക്കി അവൻ കൽപ്പിക്കുകയാണ്. അത് തിരികെ ലഭിക്കാൻ പോവുക. അത് തിരികെ ലഭിക്കാൻ പോവുക. ഒരു കാര്യം ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഇന്ന് പകലിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബോവസിന്റെ കാൽപാദത്തിൽ വീണ് കിടന്ന രൂത്തിന് വേണ്ടി ബോവസ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ബോവസിന്റെ ഭാര്യയായി യൂത്തിനെ സ്വീകരിക്കുവാനിടയായി. ഒത്തിരി കാര്യങ്ങൾ ഇതിന് പിമ്പിലുണ്ടെങ്കിലും പെട്ടെന്ന് യൂത്തിലേക്ക് കൈമാറാൻ, യൂത്തിലേക്ക് വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. തൻ്റെ കാൽപാദത്തിൽ വീണ് കിടന്ന രൂത്തിനെ ബോവസ് തൻ്റെ ഭാര്യയായി തിരഞ്ഞെടുത്തു. അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ
ദൈവം തുറന്നു കൊടുത്തത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ. ഒരു ദൂത് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നല്ല ബോവസ് യേശു ക്രിസ്തു ആത്മമണവാളനായിട്ട് നിൽക്കുക. ആമേൻ. ഇന്ന് പകലിൽ ഈ ആത്മമണവാളനുമായി ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ ആരെങ്കിലും ഇത് എന്നെ കേൾക്കുന്നവർ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമായിട്ടാണ് ദൈവാത്മബോധ്യമാക്കുന്നത്. കാരണം നമ്മുടെ ആത്മമണവാളൻ വേഗം വരാൻ പോവുകയാണ്. തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടി മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്ന കാലം സമീപമായി. അതുകൊണ്ട് ഇന്ന് പകലിൽ അവൻ മധ്യാകാശത്ത് വരുമ്പോൾ ആ മണവാട്ടി സഭയിൽ നീ ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകലിൽ നീ ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടണം. ഒരു നല്ല ബോവസ് നിനക്കായിട്ടുണ്ട്. ആമേൻ. നീ അവന് വേണ്ടി നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത ആമേൻ ആമേൻ നീ അവന്റെ മണവാട്ടി സഭയിലെ ഒരു അംഗമായി തീരാൻ ദൈവം വാതിലുകൾ തുറക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളത്, ഇതുവരെ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തരുത്. ആമേ കാഹളം ധ്വനി കേൾക്കാനായിട്ട് പോവുക. ആമേ നമ്മുടെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. അവൻ നമ്മുടെ ആത്മമണവാളനാണ്. മണവാട്ടി സഭ എടുക്കപ്പെടാൻ പോവുകയാണ്. ആ എടുക്കപ്പെടുമ്പോൾ ആ മണവാട്ടി സഭയിൽ ഇന്നും അംഗങ്ങളാകാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാൻസ് ദൈവം ഒരുക്കി കൂടെ തരിക. നീ എവിടെയായിരുന്നാലും നിന്റെ ഹൃദയവാതിൽ യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നിൽക്കാമേ, അങ്ങ് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിന് സകല പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ കർത്താവേ. നിന്റെ മണവാട്ടിയായി അങ്ങനെ തെരഞ്ഞെടുക്കണമേ എന്നുള്ള തീരുമാനം നീ എടുത്താൽ നിന്റെ ജീവിതം ഐശ്വര്യപൂർണമായി ദൈവം മാറ്റാൻ പോയി. നിന്റെ ഭാവി ശോഭനകരമായ മണ്ഡലത്തിലേക്ക് ദൈവം നടത്താൻ പോവുകയാണ്. നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുക. അവനെ കൈക്കൊള്ളുക പ്രിയമുള്ളവരെ. അവന്റെ നാമത്തിൽ നീ വിശ്വസിക്കുക എങ്കിൽ നിന്നെ ഒരു ദൈവവേദനാക്കി മാറ്റും. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടാനിടയാകും. അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ നിന്റെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണമായി അവൻ മാറ്റും. നിന്റെ ഭാവി ശോഭനകരമായി ദൈവം മാറ്റും. നിന്നെ അനുഗ്രഹത്തിലേക്ക് ദൈവം നടത്തും. സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. യേശു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദൈവഹിതമല്ലാതെ സ്റ്റെപ്പുകൾ ചെയ്ത് പരാജയപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കണമേ. മടങ്ങി വരട്ടെ കർത്താവേ. നവോമിയും രൂത്തും മടങ്ങി വന്നതുപോലെ കർത്താവ് ഒരു മടങ്ങി വരവുണ്ടാകട്ടെ കർത്താവേ. ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ അവരെ നടത്തുവാനാകണമേ. യേശു കർത്താവേ, നല്ല ബോവസ് ചെയ്തു കൊടുത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ബോധ്യമാക്കി കൊടുക്കണമേ. നീ കരുതുന്ന ഒരു ദൈവമാണപ്പാ, നീ കാക്കുന്ന ഒരു ദൈവമാണപ്പാ കർത്താവേ. നീ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന ദൈവമാ. ബോവസിന് രൂത്തിന് വേണ്ടുവോളം കൊടുത്തതുപോലെ വേണ്ടുവോളം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അങ്ങ് തന്ന് ഞങ്ങളെ നടത്തുവാൻ നീ വിശ്വസ്തനാപ്പാ. നിന്റെ വിശ്വസ്തയുടെ ഭുജം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ കർത്താവ്. ഇത് ശാരീരികമായ ഏതെങ്കിലും മേഖലകളിൽ ഭാരപ്പെടുന്നെങ്കിൽ നസ്രേന യേശുവേ, നല്ല ബോവസേ, നിന്റെ കരം നീട്ടിയാട്ട് അത്ഭുതം ചെയ്തു കൊടുത്താട്ട് കർത്താവ്. യേശു കർത്താവ്, ഇന്ന് പകലിൽ നിന്റെ മുമ്പാകെ തീരുമാനമെടുത്ത നിന്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി
അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു കർത്താവേ. യേശുവപ്പാ, അവരുടെ ജീവിതം നിന്നാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി സോപനകരമായി മാറട്ടെ. അനുഗ്രഹത്തിലേക്ക് അവരെ നടത്തട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവേ. ഒരിക്കൽ കൂടെ കർത്താവേ, മാനസിക നിലകളിൽ വല്ലാതെ ഭാരം കയറി രാത്രിയുടെ യാമങ്ങളിൽ വല്ലാതെ ഭാരപ്പെട്ട് നെടുവേർപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ ശക്തിയുടെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. തിരുനാമത്തെ ഇന്ന് പകലിൽ നീ മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. God bless you.